നമസ്കാരം. ഞാൻ ശ്രുതി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു പാർട്ട്ണർ മറ്റേ പാർട്ട്ണറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. ഇൻസ്റ്റഗ്രാമിലാവാം, വാട്സപ്പിലാവാം. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരു പക്ഷേ അതൊരു ഇമോഷണൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. തൻ്റെ ഒരു ആബ്സെൻസ് അവരറിയണം എന്ന് കരുതിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ താൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ടായിരിക്കാം. മേ ബി പലപ്പോഴും താൻ ഉപയോഗിച്ച് വരുന്ന രീതി ഇങ്ങനെയായിരിക്കാം. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് എൻ്റെ രീതി. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് മാറി നിൽക്കുമ്പോൾ അതേ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരാളാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളായിരിക്കും അവർ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി മറ്റൊരു കാരണം, താൻ പറയുന്നത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറെ ഹേർട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞ അത് പ്രശ്നമായി പോകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിന്ന് പോകും എന്ന് കരുതി ബോധപൂർവം മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ വളരെയധികം ഇമ്മച്വർ കോൺഫ്ലിക്റ്റ് സ്കില്ലുള്ള വ്യക്തികളായിരിക്കും ഒരുപക്ഷെ രണ്ടുപേരും. ഒരാൾ കുറച്ച് നാൾ ബ്ലോക്ക് ചെയ്യുന്നു, അയാൾ തന്നെ അൺബ്ലോക്ക് ചെയ്യുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ മറ്റേ ആൾ ബ്ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊരു പാറ്റേൺ രണ്ടുപേരും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ബ്ലോക്ക് ചെയ്യാനും അൺബ്ലോക്ക് ചെയ്യാനും ഒക്കെ അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ ഇതൊരു ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഇമോഷൻ അത് എങ്ങനെയാണ് നല്ല രീതിയിൽ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റേ ആളെ ഹേർട്ട് ചെയ്യാണ്ട് എങ്ങനെ സംസാരിക്കണം, എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ധൈര്യത്തോടു കൂടി പറയണം. അല്ലാണ്ട് ബ്ലോക്ക് ചെയ്ത് മാറി നിൽക്കുകയല്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ആ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. താങ്ക് യു.